ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നടുവിൽ തിന്നാം എന്ന യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതുപോലെ തന്നെ അടിസ്ഥാന പാഠാവലി, നമ്മുടെ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് എല്ലാ വിഷയങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് എന്നുള്ളത്. അപ്പോൾ യൂണിറ്റിൻ്റെ ആദ്യം തന്നെ ഇങ്ങനെ കുറേ ജോലികളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ലോകത്ത്, ഇന്നല്ല എന്നും നമ്മുടെ ലോകത്ത് ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരെയും നമ്മൾ റെസ്പെക്റ്റോട് കൂടിയിട്ട് വേണം കാണാൻ. എന്ത് വലിയ ജോലി ആയിക്കോട്ടെ, ചെറിയ ജോലി ആയിക്കോട്ടെ, അവരെല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും നമ്മൾ ബഹുമാനത്തോട് കൂടിയിട്ട് വേണം കാണാൻ. ഇനി ഇവിടെ എന്തെല്ലാം തൊഴിലുകളാണ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അക്കിത്തത്തിൻ്റെ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന ഒരു ചെറിയ ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. കന്നു തെളിച്ചും തൂമ്പ കിളച്ചും പയറ് പിരിച്ചും തുണി നെയ്ത്തും മണ്ണും സ്വർണവും മോടും ഇരുമ്പും മരവും തോലും പണി ചെയ്തും മുറ്റമടിച്ചും കൊയ്തു ചുമന്നൊരു കറ്റ മെതിച്ചരി കുത്തിയിട്ടും വട്ടിപ്പനമ്പും തൊപ്പിക്കുടയും കൊട്ടമുറം പായവ നെയ്തും വിറകും വെട്ടി തോണി തുഴഞ്ഞിട്ടാപ്പും കടിയും വിറ്റിട്ടും മത്തി ചുമന്നും കൽകളുടച്ചും മർത്യപരിഷ്കൃതി ചലനത്തെ ഇളതന്നെ ശൈത്യേ ശ്രമ ബലവത്താക്കിയ നേതാക്കൾ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്നുള്ള അക്കിത്തത്തിൻ്റെതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ജോലികളെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. കന്ന് തെളിച്ചും തൂമ്പ കിളച്ചും അതുപോലെ തന്നെ കയറ് പിരിച്ചും സ്വർണവും ഇരുമ്പും അതുകൊണ്ടും മണ്ണുകൊണ്ടും എല്ലാം പണിയെടുക്കുന്ന ഒരുപാട് ജോലികളാണ് നമുക്ക് ചുറ്റും ഉള്ളത്. അപ്പം അതിൻ്റെ ഒരു ചിത്രവും തന്നിട്ടുണ്ട്. ചൊല്ലാം അഭിനയിക്കാം, കവിതാഭാഗം സംഘമായി ചൊല്ലു, തുടർന്ന് അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന തൊഴിലുകൾ ക്ലാസ്സിൽ ഒറ്റയ്ക്കും സംഘമായി മൂകാഭിനയമായി അതോ മൈമ പോലെ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് കൂട്ടുകാർ ചെയ്തു നോക്കുക. ഓരോന്ന് വായിച്ചാൽ അത് ഏതൊക്കെ ജോലിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് 1ാമത്തെ പാഠഭാഗം നോക്കാം. കോയയുടെ ചെറിയ വസ്തുക്കൾ എന്നുള്ളതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര്. അപ്പോൾ ഈ പാഠഭാഗം വായിക്കാം, അതിനുശേഷം നമുക്കിതിലെ പ്രവർത്തനങ്ങൾ കൂടെ നോക്കാം. തൊഴിൽ തേടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെ കുറിച്ചും തൊഴിലിടങ്ങളിലെ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം അല്ലേ. നമ്മുടെ ആടുജീവിതം എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്, ജോലി തേടിപ്പോയ നജീബിനെ കുറിച്ചിട്ടല്ലേ. എന്നിട്ട് എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിച്ചത് എന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അത്തരത്തിൽ തന്നെ ജോലി തേടി പോകുന്ന ഒരുപാട് ആളുകൾ, നമ്മുടെ അച്ഛനും അമ്മയും അതുപോലെ നമ്മുടെ വീട്ടിലെ ഒരുപാട് ആളുകൾ, നമുക്ക് അറിയാവുന്ന ആളുകളും ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ജീവിതം അടുത്തറിഞ്ഞ ഒരു അറബി എഴുത്തുകാരൻ്റെ രചനയുടെ പരിഭാഷയാണ് ഇത്. കോയയുടെ ചെറിയ വസ്തുക്കൾ നമുക്ക് വായിച്ചു നോക്കാം. ഒരു കപ്പ് കാപ്പി കുടിച്ച് അല്ലലില്ലാത്ത മനസ്സുമായി അയാളിരുന്നു. ആ ദിവസം ഭാര്യയിൽ നിന്ന് ലഭിച്ച മനസ്സു നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു. രാവിലെ മാർക്കറ്റിൽ പോയി ജനക്കൂട്ടത്തിൻ്റെ ഭാഗമായി. അവിടെ എങ്ങും തെരുവ് കച്ചവടക്കാർ ഇടം പിടിച്ചിരുന്നു. എല്ലാത്തരം വസ്ത്രങ്ങളും അവർ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങളും മേൽവസ്ത്രങ്ങളും. പുറത്തേക്ക് പോകുന്നതിന് കുറച്ചു മുമ്പ് വരെ അയാൾ സംശയിച്ചു നിൽക്കുകയായിരുന്നു. ഒടുവിൽ അയാൾ ചോദിച്ചു, മുതലാളി, 100 ദിർഹം തരാമോ? മാസാവസാനം തിരിച്ചു നൽകാം. 100 ദിർഹം അയാളുടെ പോക്കറ്റിൽ ഭദ്രമായി. തളർന്ന ഹൃദയത്തിൽ അല്പം സന്തോഷം നിറഞ്ഞു. 100 ദിർഹം നോട്ട് പുറത്തെടുത്ത് വിരലുകൾക്കിടയിൽ മുറുക്കി പിടിച്ചു. കൊടുംചൂടത്ത് ആ നോട്ട് വിയർപ്പിൽ നനഞ്ഞിരുന്നു. കോയ വസ്ത്രകൂമ്പാരങ്ങളിലേക്ക് നോക്കി. അന്താളിച്ച കണ്ണുകൾ ഒടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു. അതിൽ കുട്ടിയുടുപ്പും ട്രൗസറും മുന്നാരത്തുണിയുമാണ് ഉണ്ടായിരുന്നത്. അയാൾ അതെടുത്തു. അതിൽ നിന്ന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധം ഉയരുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു. വില നൽകി. കുട്ടിയുടുപ്പിൻ്റെ കൂട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി. കുഞ്ഞിൻ്റെ ഉമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് അപ്പോഴാണ് അയാൾ ഓർത്തത്. ആ ചിന്ത അയാളെ അടുത്ത കടയിലേക്ക് നയിച്ചു. അയാളെ തേടി ഒരു നല്ല വാർത്ത വന്നിട്ട് എത്രയോ നാളായിരുന്നു. എന്നാൽ ഇന്നലെ വന്ന കത്തിൽ സുവാർത്തയായിരുന്നു. വിദൂരത്തുള്ള അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. ആ കത്ത് അയാൾ വീണ്ടും വീണ്ടും വായിച്ചു. അയാളുടെ നിശ്വാസങ്ങൾക്ക് ചൂടേറി. അയാൾ കത്തിൽ ഉമ്മ വെച്ചു. കടലാസ് നിവർത്തി മറുപടി അയക്കാൻ തുടങ്ങി. ഭാര്യയുടെ കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: 1 മാസത്തേക്ക് എനിക്ക് ജോലിക്കൊന്നും പോകാനാകില്ല. അതിനാൽ വീട്ടുചെലവിനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുമുള്ള പണം മുഴുവനായും അയക്കണം. അത് കുഴപ്പമില്ല, അയാൾ മനസ്സിൽ പറഞ്ഞു. മറുപടി അയാൾ ഇങ്ങനെയാണ് തുടങ്ങിയത്: അവന് അബ്ദുള്ള
കോയ എന്ന് പേരിടുക, അല്ലെങ്കിൽ ഈസ. വേണ്ട വേണ്ട, മുഹമ്മദ് കോയ. നീ അവന് ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ സമയത്ത് നിനക്കൊപ്പം ഉണ്ടാകണമെന്നുണ്ട്. പക്ഷേ നിനക്കറിയാമല്ലോ, എനിക്കാകെ ചെയ്യാൻ കഴിയുക ഇവിടെ ജോലി ചെയ്യുക എന്നത് മാത്രമാണ്. അയാൾ എഴുത്തു നിർത്തി ഭാര്യയുടെ കത്ത് കിട്ടിയപ്പോൾ മുതലാളിക്കടുത്തേക്ക് ഓടിച്ചെന്നു. ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഓർത്തു. മുതലാളി, എനിക്കൊരു മകൻ പിറന്നു. മൂത്ത ഒരു ആൺകുട്ടിയായിരുന്നു. അവൻ ട്രെയിൻ തട്ടി മരിച്ചു 14 കൊല്ലം മുമ്പ്. ഇതാ ഇപ്പോൾ. മുതലാളി അയാളെ അഭിനന്ദിച്ചു. കടന്നുപോയി. കോയ അവിടെ നിന്നു. അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു. അയാൾ കത്തിൽ കൂട്ടിച്ചേർത്തു, കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്നു കാണാൻ ഞാൻ ശ്രമിക്കും. ഞാൻ സാധനങ്ങൾ തപാലിലാണ് അയക്കുന്നത്. കുഞ്ഞിനെ നന്നായി നോക്കുക. ഇനി എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സാവധാനം എഴുത്തു നിർത്തി അയാൾ ഭാര്യയ്ക്ക് വാങ്ങിച്ച സാധനങ്ങൾ പെട്ടിയിലാക്കി ഒരു ബ്രൗൺ കടലാസ് കൊണ്ട് പൊതിഞ്ഞു. രാത്രി 9 മണിയായി. കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു. അവിടെ ഉണ്ടായിരുന്ന ട്രങ്കുപെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പുമൊഴിച്ച് മറ്റിടമെല്ലാം ശൂന്യമായിരുന്നു. അയാൾ ദീർഘനിശ്വാസങ്ങൾ വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആരോ മുട്ടി വിളിച്ചു ചോദിച്ചു, ഭക്ഷണം കഴിക്കുന്നില്ലേ? അയാൾ പ്രിയപ്പെട്ട വസ്തുക്കൾ മുറിയിൽ വെച്ച് മുരളി, ജോസഫ്, സിംഗ്, ഗുൽസാദിഹി എന്നിവരോടൊപ്പം ഇരുന്നു. കുബൂസ് റൊട്ടിയും കറികളും മുന്നിലുണ്ടായിരുന്നു. അയാൾ ആശ്ചര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചതേയില്ല. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ വന്നു. ദൈവമേ, ഞാൻ സന്തുഷ്ടനാണ്. മുറിയിൽ തിരിച്ചെത്തി അയാൾ കത്തെഴുത്ത് തുടർന്നു. 14 വർഷങ്ങൾ. അവൻ വന്നു. അവന് നിനക്കിഷ്ടമുള്ള പേരിടുക. ദൈവം മുഹമ്മദ് കോയയ്ക്ക് പകരം തന്നതാണവനെ. 14 വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പു പാളങ്ങൾ വിഴുങ്ങിയ മുഹമ്മദ് കോയയ്ക്ക് പകരം. പിറ്റേന്ന് അയാൾ പാഴ്സലുമായി തെരുവിലേക്ക് ഇറങ്ങി. മകനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മാത്രമാണ് അയാൾ ഓർത്തത്. അയാളുടെ ഭാര്യ പാഴ്സൽ തുറന്ന് കത്തു വായിച്ചു വിതുമ്പും. ഇളം പൈതലിനോട് പറയും, നിന്റെ ഉപ്പ ഇതാ നിനക്ക് കുഞ്ഞുടുപ്പുകൾ കൊടുത്തയച്ചിരിക്കുന്നു. മാസം പകുതിയേ ആയിട്ടുള്ളൂ. അടുത്തെന്നും നാട്ടിലേക്ക് പോകുന്ന കാര്യം അയാൾ ആലോചിച്ചിട്ടേയില്ല. അതിനാലാണ് പാഴ്സൽ അയക്കാനുള്ള തീരുമാനത്തിൽ കോയ എത്തിയത്. ആളുകൾ പോസ്റ്റ് ഓഫീസിനകത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി 50 ദിർഹം കൂടി വേണം. കോയ ആണിയടിച്ച് തറച്ചതുപോലെ അവിടെ നിന്നു. അയാൾക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. നടപ്പാതയിൽ അല്പനേരം കുത്തിയിരിക്കെ പാഴ്സൽ കയ്യിൽ നിന്നും മടിയിലേക്ക് വീണു. പാഴ്സൽ കേരളത്തിലേക്ക് അയക്കാനുള്ള ചാർജ് തികയില്ല. 50 ദിർഹം കൂടി. പക്ഷേ എവിടുന്ന് കിട്ടും? നടപ്പാതയിൽ ജനം പെരുകി. ചൂടും ശബ്ദങ്ങളും ഈച്ചകളും നിറഞ്ഞു. പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി. സന്തോഷത്തിന്റെ അവസാന ബിന്ദു കാറ്റുപൊടി പറത്തിക്കളയുന്നത് പോലെ ഇല്ലാതായി. ആ നിമിഷത്തിൽ കയ്പ് എല്ലാം തുലച്ചു. ഇളം കുഞ്ഞിന്റെ മേനിയുടെ സുഗന്ധം അയാളുടെ മൂക്കിലേക്ക് കടന്നു വരാതായി. ബാക്കിയായത് അയാളുടെ ഭാര്യയുടെ കണ്ണുനീർ. വർഷങ്ങളായി തുടരുന്ന ദുരിതങ്ങൾ, മനസ്സുമടുപ്പിന്റെ കയ്പ്, ഏകാന്തതയുടെ മുൾശിഖരങ്ങൾ. റോഡ് പണിക്കാരനായി കഴിഞ്ഞ വർഷങ്ങൾ. ഈ നടപ്പാത, ഈ തെരുവ് എല്ലാം നിർമ്മിച്ചത് കോയയും സഹപ്രവർത്തകരുമാണ്. രാത്രി ഏറെ നേരം അലക്ഷ്യനായി അയാൾ നടന്നു. പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു. പിറ്റേന്ന് രാവിലെ ക്ഷീണിച്ച കാലുകളുമായി അയാൾ മാർക്കറ്റിലേക്ക് നടന്നു. ജനങ്ങൾ അവിടേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തെരുവ് കച്ചവടക്കാരനോട് കോയ ചോദിച്ചു, ഈ സാധനങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുമോ? ഇന്നലെയാണ് ഞാനിത് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. കച്ചവടക്കാരൻ അയാളെ നോക്കിയതേയില്ല. അയാൾ ജനങ്ങളെ ആകർഷിക്കാൻ വിളിച്ചു പറയാൻ തുടങ്ങി. കോയ ആത്മഗതമെന്നോണം സ്വരം താഴ്ത്തി പറഞ്ഞു, അവൾക്ക് പിന്നീട് അയക്കാം. കുട്ടിക്കുള്ളത് അയക്കാൻ ഉമ്മക്ക് വാങ്ങിയതിന്റെ വില മതിയാകും. അയാൾ മാർക്കറ്റിൽ ചുറ്റി നടന്ന് ഇരിക്കാൻ സ്ഥലം കണ്ടെത്തി. ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങൾ വിൽക്കാനായി നിരത്തി. പക്ഷേ ആരും അത് വാങ്ങിയില്ല. ഓരോരുത്തരോടായി അയാൾ കേണു. ഇത് നല്ല തുണിയാണ്, ഇന്നലെ 40-ന് വാങ്ങിയതാണ്, 30-ന് തരാം. ഒരാൾ കടന്നുപോയി. എല്ലാവരും കടന്നുപോയി. ആരും അയാളുടെ അടുത്തേക്ക് വന്നില്ല. ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി വാങ്ങിയതാണ്. അയാൾ ഏകനായി. തന്റെ കയ്യിലുള്ള വസ്തുക്കൾ ശൂന്യതയിൽ പ്രദർശിപ്പിക്കുന്ന ഒരാളായി മാറി. ദേഷ്യം കൊണ്ട് വിറച്ചു. ദുഃഖവും കയ്പും നിറഞ്ഞു. സന്തോഷം മറന്നു. ഭാര്യയെയും മകനെയും മറന്നു. ലക്ഷ്യമില്ലാതെ അലയാൻ തുടങ്ങി. അത് വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. കോയ വൻനഗരത്തിന്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ്. അബ്ദുൽ ഹമീദ് അഹമ്മദ്, പരിഭാഷ വി മുസാഫിർ അഹമ്മദ്, കുടിയേറ്റക്കാരന്റെ വീട്. അപ്പോൾ ഇതൊരു അറബി എഴുതിയതാണ്. അത് മലയാളത്തിലേക്ക്
പരിഭാഷപ്പെടുത്തിയിട്ടുള്ളതാണ് വി മുസഫർ അഹമ്മദ് എന്ന് പറയുന്ന ആൾ. അപ്പൊ ഇതാണ് കഥ എന്ന് പറയുന്നത്. തൊഴിൽ തേടിയെത്തിയ അല്ലെങ്കിൽ തൻ്റെ മകനും ഭാര്യയ്ക്കും സമ്മാനം വാങ്ങിയത് അയക്കാനുള്ള പെടാപാടുപെടുന്ന ഒരു കോയയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ വേണ്ടി കഴിയുന്നത് അല്ലെ. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. കഥയിൽ കണ്ടത് ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. ആ ദിവസം ഭാര്യയിൽ നിന്ന് ലഭിച്ച മനസ്സ് നിറച്ച വാർത്തയിൽ അയാൾ സന്തുഷ്ടനായിരുന്നു. വാർത്ത എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അയാളുടെ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി എന്നതായിരുന്നു ആ വാർത്ത. അടുത്ത ചോദ്യം, അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? അയാൾ മുതലാളിയെ ചെന്നുകണ്ട് തനിക്കൊരു മകനുണ്ടായ സന്തോഷ വാർത്ത അറിയിച്ചു. മുതലാളി അയാളെ അഭിനന്ദിച്ചു. ആ സമയത്താണ് അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം, കോയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് എപ്പോഴായിരുന്നു? ഭാര്യയ്ക്ക് കത്തെഴുതുന്ന സമയത്ത് കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്ന് കാണാൻ ശ്രമിക്കാമെന്നും സാധനങ്ങൾ തപാൽ വഴി അയക്കുന്നുണ്ടെന്നും കുഞ്ഞിനെ നന്നായി നോക്കണമെന്നുമൊക്കെ എഴുതിയപ്പോഴാണ് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത്. നാലാമത്തെ ചോദ്യം, പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി. എന്തുകൊണ്ട്? പതുക്കെ അയാളുടെ ആ ഒരു സന്തോഷം, ആഹ്ലാദം കെട്ടടങ്ങി. എന്തുകൊണ്ടായിരുന്നു? മുതലാളിയോട് 100 ദിർഹം കടം വാങ്ങിയാണ് സാധനങ്ങൾ വാങ്ങിയിരുന്നത്. എന്നാൽ സമ്മാനങ്ങൾ തപാലിൽ അയക്കാൻ 50 ദിർഹം കൂടി വേണം എന്നറിഞ്ഞപ്പോഴാണ് അയാളുടെ ഹൃദയം കെട്ടടങ്ങിയത്. അവസാനത്തെ ചോദ്യം, ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ വസ്തുക്കൾ വിൽക്കുന്നതിലേക്ക് കോയയെ നയിച്ച സാഹചര്യം എന്തായിരുന്നു? എന്തുകൊണ്ടായിരുന്നു? കടം വാങ്ങിയ 100 ദിർഹം കൊണ്ട് ഭാര്യയ്ക്കും മകനും തുണിയെല്ലാം വാങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ചെറിയ തുകയെ അയാളുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. തുണികൾ തപാലിൽ അയക്കണമെങ്കിൽ 50 ദിർഹം കൂടി വേണമായിരുന്നു. അതിനായി പലരോടും അയാൾ കേണ് പറഞ്ഞെങ്കിലും ആരും സഹായിച്ചില്ല. അതുകൊണ്ടാണ് അയാൾ ഭാര്യയ്ക്ക് വാങ്ങിയ വസ്ത്രം വിൽക്കാമെന്ന് തീരുമാനിച്ചത്. അടുത്തത് വാക്കുകൾക്കപ്പുറം എന്നുള്ളതാണ്. കോയയുടെ മുറിയിൽ അനക്കമില്ലാത്ത അവസ്ഥ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത് നോക്കൂ. കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു. ഇങ്ങനെ പറയുന്നതിലെ സവിശേഷത ചർച്ച ചെയ്യൂ. ഇതുപോലുള്ള പ്രയോഗങ്ങൾ കഥയിൽ ഇനിയുമുണ്ട്. അവ കണ്ടെത്തി എഴുതുക. അവയുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്യുമല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാവുന്നത് അവിടെ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയാണ്. അഥവാ ആരുമില്ല എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്? തനിക്കൊരു മകൻ പിറന്നതിന്റെ സന്തോഷത്തിൽ അയാൾ ഭാര്യയ്ക്ക് കത്തെഴുതി. എഴുത്തു നിർത്തി കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അതിനുശേഷം അയാളുടെ ഭാര്യയ്ക്കും കുഞ്ഞിനും വാങ്ങിയ സാധനങ്ങൾ പെട്ടിയിലാക്കി ബ്രൗൺ കടലാസ് കൊണ്ട് പൊതിഞ്ഞു. ഇങ്ങനെ സന്തോഷം നിറഞ്ഞ വേളയിലും അയാളുടെ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് അവിടെ വ്യക്തമാക്കുന്നത്. ഇനി ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ, ഒന്ന്, സന്തോഷത്തിന്റെ അവസാന ബിന്ദു കാറ്റുപൊടി പറത്തിക്കളയുന്നത് പോലെ ഇല്ലാതായി എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിലൂടെ വ്യക്തമാക്കുന്നത്? നാട്ടിലുള്ള ഭാര്യയ്ക്കും ഇപ്പോൾ ജനിച്ച കുട്ടിക്കും വാങ്ങിയ സമ്മാനം അയക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം സാഹിത്യ ഭംഗിയോടെ കഥാകൃത്ത് കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കാറ്റുപൊടി പറത്തിക്കളയുന്നത് പോലെ സന്തോഷത്തിന്റെ അവസാന ബിന്ദുവും ഇല്ലാതായി എന്ന് മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. സന്തോഷം നഷ്ടമാകുന്ന മാനസികാവസ്ഥയെ പ്രകൃതിയിലെ ഒരു സംഭവമായി കൂട്ടിച്ചേർത്ത് പറഞ്ഞത് ഔചിത്യപൂർണമാണ്. അടുത്തൊരു പ്രയോഗമാണ് പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു എന്ന് പറയുന്നത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാട്ടിലേക്ക് സമ്മാനങ്ങൾ അയക്കാൻ കഴിയാതിരുന്ന കോയയുടെ മനസ്സിലേക്ക് ഒരു പുതിയ ആശയം തെളിയുന്നതാണ് സന്ദർഭം. തരി എന്നത് മനസ്സിൽ പുതിയ ആശയത്തെ സൂചിപ്പിക്കുന്നു. ഭാര്യയ്ക്ക് വാങ്ങിയ വസ്ത്രം കച്ചവടക്കാരന് തിരികെ നൽകി കിട്ടുന്ന പണം കൊണ്ട് കുട്ടിയുടെ വസ്ത്രം നാട്ടിലേക്ക് അയക്കാം എന്നതായിരുന്നു അയാളുടെ ഉള്ളിൽ ഉദിച്ച ആശയം എന്ന് പറയുന്നത്. അടുത്തത് കഥയരങ്ങ് എന്നുള്ളതാണ്. കഥയിലെ അവസാന വാക്യം നോക്കൂ. കോയ വൻ നഗരത്തിന്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം തുടരുകയാണ്. കഥ ഇവിടെ അവസാനിക്കുന്നുണ്ടോ? അവസാനിക്കുമോ? ഇല്ല. പിന്നെയും കോയ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. പിന്നെ വൻ നഗരം, തെരുവ്, കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ തുടങ്ങിയ സൂചനകൾ ശ്രദ്ധിക്കൂ. ഇത് കോയയുടെ മാത്രം കഥയാണോ? നിങ്ങളുടെ ചിന്തകളെല്ലാം ചേർത്ത് ഒരു കഥ എഴുതി നോക്കൂ. കഥകൾ ക്ലാസ്സിലെ കഥയരങ്ങിൽ അവതരിപ്പിക്കുമല്ലോ. അപ്പൊ ഇവിടെ എന്താണ്? വൻ നഗരം, തെരുവ്, സാധനങ്ങൾ വിൽക്കാൻ പോവുക, ഇതൊക്കെ സാധാരണ നടക്കുന്ന ജീവിതത്തിൽ, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അല്ലെ. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കഥ ആസ്പദമാക്കി നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കഥ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരു കഥ എഴുതി നോക്കാം. കഥക്ക് തലക്കെട്ട് കൊടുക്കണം അല്ലെ. സ്വപ്നങ്ങളുടെ കൂമ്പാരം എന്ന് കൊടുക്കാം. 18ാമത്തെ വയസ്സിൽ വിമാനം കയറി ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിതം ആരംഭിച്ച വ്യക്തിയായിരുന്നു മനു. കളിച്ചു നടക്കേണ്ട പ്രായമേ കുടുംബത്തിന്റെ പ്രാരാബ്ധവും ചിലവുകളും വഹിക്കാനും
എത്രയും പെട്ടെന്ന് ജീവിതം പച്ചപിടിക്കാനും വേണ്ടി പ്രവാസം സ്വീകരിച്ച വ്യക്തി. വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവനക്ക് ആകെ അമ്പരപ്പായിരുന്നു. നാട്ടിൽ നിന്ന് വിസ ഏജന്റ് വഴി ജോലിയെല്ലാം ശരിയാണെന്ന് പറഞ്ഞു വന്ന അവന് എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ വലിയ വിമാനത്താവളത്തിൽ അവനെയും കാത്ത് ആരുമില്ലായിരുന്നു. ഭാഷയും വശമില്ലാത്തവൻ വളരെയധികം പേടിച്ചു. അവസാനം കയ്യിലുണ്ടായിരുന്ന അഡ്രസ്സ് വെച്ച് കമ്പനി തേടി പിടിച്ച് അവൻ അലഞ്ഞു. ദിവസങ്ങളോളം അലഞ്ഞു. അവൻ അവസാനം അത്തരത്തിലൊരു കമ്പനി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. താൻ ചതിക്കപ്പെട്ടു എന്ന് അപ്പോഴാണ് അവന് മനസ്സിലായത്. വിസിറ്റിംഗ് വിസയിലുള്ള അവൻ ഓരോ ജോലികൾ തേടി അലഞ്ഞു നടപ്പായി. അവസാനം ഒരു വർക്ക്ഷോപ്പിൽ ഒരു ചെറിയ ജോലിയിൽ അവന് കിട്ടി. അടിമപ്പണി പോലെ പണിയെടുക്കുകയും വളരെ തുച്ഛമായ ശമ്പളം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അതും പല മാസങ്ങളിലും ഉണ്ടായിരുന്നില്ല. സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രാരാബ്ദങ്ങളും മാത്രമായി നാളുകൾ തള്ളി നീക്കി. അവസാനം വിസ തീരാൻ ആയപ്പോഴേക്ക് ഒരു അറബിയുടെ സഹായത്തോടെ അവരുടെ വീട്ടിൽ പണിയിൽ പ്രവേശിച്ചു. തുച്ഛമായ വരുമാനമാണെങ്കിലും അതിൽ നിന്നും അവൻ വീട്ടിലേക്ക് അവൻ്റെ കാര്യങ്ങളും ചെയ്തു പോന്നു. അപ്പം ഇത്തരത്തിലുള്ള കഥയാണ് നിങ്ങളും എഴുതേണ്ടത്. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അടുത്തത് വാക്കുകൾ കൂടിച്ചേരുമ്പോൾ എന്നുള്ളതാണ്. അല്ലലില്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു. അല്ലലില്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു. ഒന്നാമത്തേത് അല്ലൽ ഇല്ലാത്ത മനസ്സും ആയി അയാൾ ഇരുന്നു. ഓരോന്നും വേറെ വേറെയാണ്. രണ്ടാമത്തേത് അല്ലലില്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു. ഈ രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇങ്ങനെ ഒന്നിലേറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുകയും എഴുതുകയും പതിവാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? ഇതുപോലെ ധാരാളം വാക്യങ്ങൾ പാഠത്തിലുണ്ട്. അവ കണ്ടെത്തി ഏതെല്ലാം വാക്കുകൾ ചേർന്നാണ് അവ രൂപപ്പെട്ടതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഭംഗിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. രണ്ട് വാക്യങ്ങൾ തമ്മിലും അർത്ഥത്തിൽ വ്യത്യാസം കാണുകയും ഇല്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ: ഒന്ന്, വില നൽകി കുട്ടിയുടുപ്പിന്റെ കൂട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി. അഥവാ വില നീക്കി കുട്ടിയുടുപ്പിന്റെ കൂട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൊണ്ട് നടന്നു നീങ്ങി. ഓരോന്നും ഒരുമിച്ചും എഴുതാം, സെപ്പറേറ്റ് ആയിട്ടും എഴുതാം. രണ്ടാമത്തേത്, ഈ സമയത്ത് നിനക്കൊപ്പം ഉണ്ടാകണമെന്നുണ്ട്. ഇവിടെ എന്താണ്? ഈ സമയത്ത് നിനക്ക് ഒപ്പം ഉണ്ടാകണം എന്ന് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ കൂട്ടിച്ചേർത്ത് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തേത്, അവിടെ ഉണ്ടായിരുന്ന ട്രങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പും ഒഴിച്ച് മറ്റിടമെല്ലാം ശൂന്യമായിരുന്നു. അതെങ്ങനെയാണ്? അവിടെ ഉണ്ടായിരുന്ന ട്രങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പും ഒഴിച്ച് മറ്റിടം എല്ലാം ശൂന്യം ആയിരുന്നു. വേറെ വേറെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് ഇത്തരത്തിലുള്ളതിന് ഉദാഹരണമാണ്. അവസാനത്തെ പ്രവർത്തനം കഥ നാടകമാക്കാം എന്നുള്ളതാണ്. ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി ഈ കഥ നാടകമാക്കി ക്ലാസ് PTA-യിലോ വിദ്യാരംഗം സാഹിത്യവേദിയിലോ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൂട്ടുകാർ ക്ലാസ്സിൽ അവതരിപ്പിച്ചു നോക്കുക, ടീച്ചറുടെയും കൂട്ടുകാരുടെയും സഹായത്തോടു കൂടിയിട്ട്. അവസാനത്തെ പ്രവർത്തനം കഴിഞ്ഞു. ഇനി അടുത്ത പാഠഭാഗം ഗാന്ധിജിയുടെ അതിഥി എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.